കേരളത്തിലെ एनडीए सहप्रवृत्तकरे बीजेपी आज पूरे देश के हर क्षेत्र हर वर्ग की पार्टी है। बीजेपी ही एकमात्र पार्टी है जिसके पास तेज विकास का ट्रैक रिकॉर्ड भी है और भविष्य का स्पष्ट विजन भी है। गरीब, महिला, युवा, किसान, मछुआरे, ये समाज के वो चार वर्ग हैं जिनके सशक्तिकरण से ही विकसित भारत का निर्माण होने वाला है। ये बीजेपी ही है जो गरीब कल्याण को सर्वोच्च प्राथमिकता देते हुए काम कर रही है। हमने गरीबों को मुफ्त राशन देने वाली योजना शुरू की और अब इसे 5 साल के लिए आगे बढ़ाया है। हमने गरीबों को मुफ्त इलाज की सुविधा दी, गरीबों को पक्के घर दिए, मुफ्त गैस कनेक्शन दिया। ऐसी योजनाओं से गरीबों का जीवन आसान हुआ है। ബിജെപി ഇന്ന് രാജ്യത്തെ എല്ലാ പ്രദേശത്തിലും എല്ലാ വിഭാഗങ്ങളുടെയും പാർട്ടിയാണ്. ബിജെപിക്ക് മാത്രമാണ് വേഗത്തിലുള്ള വികസനത്തിന്റെ ചരിത്രവും അതോടൊപ്പം ഭാവിയെപ്പറ്റി കൃത്യമായ കാഴ്ചപ്പാടുമുള്ളത്. പാവങ്ങൾ, സ്ത്രീകൾ, യുവാക്കൾ, കൃഷിക്കാർ, തൊഴിലാളികൾ എന്നിവർ ആ വിഭാഗങ്ങളാണ്. ആരെയാണോ ശക്തിപ്പെടുത്തേണ്ടത്, എങ്ങനെയാണോ വികസിത ഭാരതം സാധ്യമാവേണ്ടത്, അതിനാരെയാണോ ശക്തിപ്പെടുത്തേണ്ടത്, അതിവരാണ്. പാവങ്ങളുടെ ക്ഷേമത്തിന് വളരെ പ്രാധാന്യം നൽകുന്ന പാർട്ടിയാണ് ബിജെപി. നമ്മൾ പാവങ്ങൾക്ക് സൗജന്യ റേഷൻ നൽകുന്ന പദ്ധതി ആരംഭിച്ചു. ഇപ്പോൾ അത് 5 വർഷത്തേക്ക് കൂടി നീട്ടിയിരിക്കുന്നു. നമ്മൾ പാവങ്ങൾക്ക് സൗജന്യ ചികിത്സയ്ക്കുള്ള സൗകര്യങ്ങൾ ചെയ്തു. അവർക്ക് നല്ല വീട് നൽകി, സൗജന്യ പാചകവാതക കണക്ഷൻ നൽകി. ഇത്തരത്തിലുള്ള പദ്ധതികളിലൂടെ നാം പാവങ്ങളുടെ ജീവിതം സുഖകരമാക്കി. साथियों, बीजेपी सरकार की प्राथमिकता है देश के सामान्य नागरिक की, आपकी कमाई बढ़े लेकिन बचत भी बढ़े। आयुष्मान भारत योजना के तहत 5 लाख रुपए तक का मुफ्त इलाज मिलने से देश के लोगों को 1 लाख करोड़ रुपए की बचत हुई है। जन औषधि केंद्रों पर 80% डिस्काउंट पर दवा देने से देश के लोगों के 25,000 करोड़ रुपए से ज्यादा बचे हैं। 10 साल पहले तक 2 लाख रुपए से ज्यादा की इनकम पर इनकम टैक्स लगा करता था। बीजेपी सरकार ने तय किया कि अब 2 लाख बहुत जमाना चला गया, 7 लाख रुपए तक की इनकम पर कोई टैक्स नहीं होगा। टैक्स को लेकर जो भी नई व्यवस्थाएं 10 वर्षों में आई है, उससे टैक्स पेयर के लगभग 2.5 लाख करोड़ रुपए की बचत हुई है। बीजेपी सरकार ने मोबाइल भी सस्ता किया है और मोबाइल डेटा भी सस्ता किया है। 10 साल पहले मोबाइल डेटा की जो कीमत थी, अगर वही आज भी रहती तो आज आपका मोबाइल बिल कम से कम 5,000 रुपया महीने आता। आज बीजेपी की सरकार की वजह से देश के लोगों को हर महीने मोबाइल बिल पर 4-4,500 रुपया हर व्यक्ति का जो मोबाइल का उपयोग करता है
4,500 रुपए की बचत हो रही है। BJP സർക്കാരിൻ്റെ പ്രാഥമികമായ ലക്ഷ്യം രാജ്യത്തെ സാധാരണക്കാരുടെ നിങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കുക എന്നതിനോടൊപ്പം അവരുടെ സമ്പാദ്യവും വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 5 ലക്ഷം രൂപ വരെയുള്ള ചികിത്സ സൗജന്യമായി ലഭിക്കുന്നതിലൂടെ രാജ്യത്തിലെ സാധാരണക്കാർക്ക് 1 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായിട്ടുണ്ട്. ജനൌഷധി കേന്ദ്രങ്ങളിലൂടെ 80% കിഴിവിൽ മരുന്നുകൾ ലഭിക്കുന്നതിലൂടെ ജനങ്ങൾക്ക് ഏതാണ്ട് 25,000 കോടി രൂപയിലധികം ലാഭമുണ്ടായിട്ടുണ്ട്. 10 വർഷങ്ങൾക്ക് മുമ്പ് 2 ലക്ഷം രൂപയിലധികം വരുമാനമുള്ളവർ ആദായ നികുതി നൽകണമായിരുന്നു. ആ 2 ലക്ഷം രൂപയുടെ കാലം കഴിഞ്ഞു. BJP സർക്കാർ തീരുമാനിച്ചു 7 ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് ആദായ നികുതി വേണ്ട എന്ന്. നികുതി വിഷയത്തിൽ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിലുണ്ടായ മാറ്റങ്ങൾ, പുതിയ തീരുമാനങ്ങൾ കൊണ്ട് രാജ്യത്തിലെ നികുതിദായകർക്ക് 2.5 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായിട്ടുണ്ട്. BJP സർക്കാർ മൊബൈൽ ഫോണിൻ്റെ വില കുറച്ചു. അതോടൊപ്പം മൊബൈൽ ഡാറ്റയുടെ വിലയും കുറച്ചു. 10 വർഷം മുമ്പുള്ള മൊബൈൽ ഡാറ്റയുടെ വിലയാണ് ഇന്നുണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഡാറ്റയുടെ ബില്ല് ഒരു മാസം ഏറ്റവും ചുരുങ്ങിയത് 5,000 രൂപയാവുമായിരുന്നു. ഇന്ന് BJP സർക്കാർ കാരണം ഓരോ വ്യക്തിക്കും 4,000 മുതൽ 4,500 രൂപ വരെയുള്ള തുകയുടെ ലാഭം ഓരോ മാസവും മൊബൈൽ ബിൽ ഇനത്തിൽ ലഭിക്കുന്നുണ്ട്. साथियों, बीजेपी सरकार की स्पष्ट नीति और निर्णयों का सकारात्मक असर आज देश में दिख रहा है। हाल में ही आई एक रिपोर्ट में आया है कि पिछले 9 वर्षों में देश में 25 करोड़ लोग, ये आंकड़ा याद रखिए, 9 वर्ष में 25 करोड़ लोग गरीबी से बाहर निकले हैं। जिस देश में 5 दशकों तक कांग्रेस जैसे दलों ने सिर्फ गरीबी हटाओ का नारा दिया, वहां सिर्फ 9 साल में लगभग 25 करोड़ लोगों का गरीबी से बाहर निकलना, ये बहुत बड़ी बात है। ये दिखाता है कि विकसित भारत बनने के लिए हमने जो दिशा तय की है, जिस रास्ते पर चल रहे हैं, वो रास्ता सही है। BJP സർക്കാരിൻ്റെ ശരിയായ നയങ്ങളുടെയും തീരുമാനങ്ങളുടെയും ഗുണകരമായ പ്രഭാവം രാജ്യത്ത് ദൃഷ്ടമാണ്. ഈ അടുത്ത കാലത്ത് വന്ന ഒരു റിപ്പോർട്ടിൽ രാജ്യത്ത് 25 കോടി ജനങ്ങൾ കഴിഞ്ഞ 9 വർഷത്തിനുള്ളിൽ ദാരിദ്ര്യത്തിൽ നിന്നും മോചിതരായി എന്ന് പറയുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 9 വർഷത്തിനുള്ളിലാണ് സംഭവിച്ചിരിക്കുന്നത്. ഏത് രാജ്യത്താണ് കോൺഗ്രസും മറ്റു പാർട്ടികളും 5 പതിറ്റാണ്ട് കാലം ഗരീബി ഹട്ടാവോ, ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യൂ എന്ന മുദ്രാവാക്യം മാത്രം പറഞ്ഞു നടന്നത്? ആ രാജ്യത്ത് 9 വർഷം കൊണ്ട് 25 കോടി ജനങ്ങൾ ദാരിദ്ര്യത്തിൽ നിന്നും മുക്തരായി എന്നുള്ളത് വലിയ കാര്യമാണ്. എന്താണിത് തെളിയിക്കുന്നത്? വികസിത ഭാരതം എന്ന സങ്കല്പം വെച്ചുകൊണ്ട് നാം തെരഞ്ഞെടുത്ത രീതികളും നമ്മുടെ മാർഗവും ശരിയാണ് എന്നാണ് ഇത് തെളിയിക്കുന്നത്.